ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഉന്മയേറും വഴികളിൽ ഞാൻ നടന്നകന്നല്ലോ, എൻ കാൽകൾ ഇടറി വീണല്ലോ. തിന്മയേറും വഴികളിൽ ഞാൻ നടന്നകന്നല്ലോ, എൻ കാൽകൾ ഇടറി വീണല്ലോ. തേടി വന്നു ജീവൻ തന്നു കണ്ടെടുത്തല്ലോ, എന്നെ താൻ വീണ്ടെടുത്തല്ലോ. തേടി വന്നു ജീവൻ തന്നു കണ്ടെടുത്തല്ലോ, എന്നെ താൻ വീണ്ടെടുത്തല്ലോ. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു, തൻ കുരിശോടെന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിലർപ്പിച്ചു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ്. കഴിഞ്ഞ 26 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ നിന്നും അല്പമായിട്ട് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എഫേസോസ്, മുർന്ന, പെർഗമോസ് എന്നീ 3 സഭകളെക്കുറിച്ചുള്ള ദൂതാണ് നാം ചിന്തിച്ചത്. ഇന്ന് 4-ാമത്തെ സഭയായിരിക്കുന്ന തുയത്തൈര സഭയ്ക്കുള്ള ദൂതാണ്. അതിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് അതെല്ലാം ചിന്തിക്കുവാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ 1-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആശയങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തുയത്തൈരയിലെ സഭയുടെ ദൂതനെ എഴുതുക, അഗ്നിജാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നു. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ, ഈ തുയത്തൈര പട്ടണം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് ശേഷം അലക്സാണ്ടർ ചക്രവർത്തി സ്ഥാപിച്ച ഒരു മക്കതോന്യൻ കോളനിയാണ്. അതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പിന്നീട് ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ലുദിയ എന്ന ദൈവഭക്തയായ ഒരു സ്ത്രീയുടെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ആ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: തുയത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ദൈവഭക്തയായ ലുദിയ എന്ന സ്ത്രീ പൗലോസ് സംസാരിച്ചത് കേട്ടുകൊണ്ടിരുന്നു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ ആ ലുദിയ എന്ന സ്ത്രീ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുവാനും അവർ കുടുംബമായിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു എന്നുള്ളത് ആ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ തുയത്തൈര എന്ന വാക്കിൻ്റെ അർത്ഥം നിരന്തര ഹോമയാഗം അഥവാ അർപ്പണം എന്നാണ്. നാം ഈ വായിച്ച വേദഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവപുത്രൻ എന്നുള്ള നിലയിലാണ്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വേദഭാഗം, ആ സഭയ്ക്കുള്ള ദൂത് തുടങ്ങുന്നത്. നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഈ 7 സഭകളോടുള്ള ബന്ധത്തിൽ ആ സഭയുടെ സ്വഭാവം അനുസരിച്ചാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7 സഭകൾക്കും 7 വ്യത്യസ്ത സ്വഭാവങ്ങളാണ് എന്ന് നമുക്കവിടെ ആ സഭകൾക്കുള്ള ദൂത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ
ആ സഭയുടെ സ്വഭാവം അനുസരിച്ചാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം നാം ശ്രദ്ധിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ മഹത്വത്തോടുകൂടെ കണ്ടതായ യോഹന്നാൻ ആ ദർശനം കണ്ട ഉടനെ താൻ അവിടെ വീഴുന്നതായിട്ട്, മരിച്ചവനെ പോലെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് അവൻ്റെ മേൽ തൻ്റെ കരം വെച്ച് ആശ്വസിപ്പിക്കുകയും അവനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ മനുഷ്യപുത്രനോട് സദൃശനായവനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത്. എന്നാൽ ഇവിടെ ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഒരു ന്യായവിധിയുടെ സ്വഭാവം ഈ ദൂതിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഒരു ന്യായം വിധിക്കുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവസഭയെയാണ് ഇവിടെ ന്യായം വിധിക്കുന്നത്. അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, ഞാൻ സമയക്കുറവുകൊണ്ട് ആ വാക്യം വായിക്കുന്നില്ല, വായിച്ചാൽ നമുക്കത് ആ ഭാഗത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. 1 പത്രോസ് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അപ്പോൾ ദൈവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയാണ്. അപ്പോൾ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, നാം വളരെ ഭയത്തോടുകൂടെ ആയിരിക്കേണ്ടതാണ്. അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവനാണ്, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യനായ ദൈവപുത്രനാണ് അരുളി ചെയ്യുന്നത്. അവൻ ആ സഭയെ, തുയത്തൈര സഭയെ ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സഭയെ നമ്മൾ പലപ്പോഴും ന്യായവിധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ന്യായവിധി എന്ന് പറയുന്നത് നാം പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ഒരു പാപിയെ ന്യായം വിധിച്ച് നിത്യനരകമെന്ന ശിക്ഷാവിധിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ന്യായവിധിയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവസഭയെ ന്യായം വിധിക്കുന്നു. ഇവിടെ നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ദൈവസഭയെ ന്യായം വിധിക്കുന്നത് നിത്യനരകമെന്ന ശിക്ഷാവിധിയിലേക്ക് തള്ളിക്കളയുവാനല്ല, പിന്നെയോ അതിനെ ശുദ്ധയും നിർമ്മലയുമായി നിർത്തുന്നതിനു വേണ്ടി, അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ. കാരണം അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. അവൻ്റെ ആ കണ്ണ് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഏത് കാര്യങ്ങളെയും, ഒളിഞ്ഞുകിടക്കുന്ന ഏത് വിചാരങ്ങളെയും അത് പുറത്തു കൊണ്ടുവന്ന് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന കണ്ണാണ് എന്നുള്ളത് ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കാലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെ അവൻ്റെ കാല് വെള്ളോട്ടിന്, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഈ വെള്ളോട്ട് എന്ന് പറയുന്നത് സ്വർണം, വെള്ളി, ചെമ്പ് മുതലായ വസ്തുക്കളുടെ ഒരു കൂട്ടുലോകമാണ് വെള്ളോട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശക്തിയെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കാല് ശക്തിയുള്ള കാലുകളാണ്. ശത്രുക്കളെ അത് ന്യായം വിധിക്കുന്ന ആ ശക്തിയുള്ള കാലാണ് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒരു നാൾ ആ കാലാണ് ബലഹീനമായ നിലയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആണിയടിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഒരു നാളിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഇന്നിതാ ന്യായം വിധിക്കുന്ന ഒരു കാലായിട്ട്, അഗ്നിയാലക്കൊത്തുള്ള ഒരു കണ്ണുള്ളവനായിട്ട് ദൈവപുത്രനായ കർത്താവിനെ ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നാം ഓരോരുത്തരും
വളരെ ഭയത്തോടെ ഈ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയെ ദൈവം ന്യായം വിധിക്കും. നമ്മെ ഓരോരുത്തരെയും ദൈവം ന്യായം വിധിക്കുന്നു. അതാണ് നമുക്കവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഉള്ള അവസ്ഥ നാം ദൈവസന്നിധിയിൽ നാം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്തും. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ, നാം ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമയ്ക്കായിട്ട് യാചിപ്പാൻ ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.